Okay, all of you mark the attendance. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് പേജ് നമ്പർ 20 അല്ലെ? കുറച്ചുകൂടി ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാറുണ്ട് ആ പാഠത്തിന്റെ. ഓക്കെ, അതായത് 4th ലെസന്റെ ആക്ടിവിറ്റീസ് ലാസ്റ്റ് ഉണ്ട്, ഏകദേശം കുറച്ച് ലാസ്റ്റ് എത്തി നമുക്ക് അല്ലെ. ഓക്കെ, പേജ് നമ്പർ 20 കേട്ടോ. പദങ്ങൾ കണ്ടെത്തുക. പദങ്ങൾ കണ്ടെത്തുക. നമ്മൾ പറഞ്ഞു മരവുമായി ചേർന്ന് വരുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതുക. ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത് മക്കളെ? മരത്തടി, മരച്ചില്ല, മരക്കൊമ്പ്, മരവുരി. മരവുരി. എഴുതിയോ എല്ലാവരും? ഓക്കെ, മിസ് അത് എഴുതുന്നില്ലേ? എഴുതുന്നോ? മരവുരി പറഞ്ഞാല് മരത്തിന്റെ തോല് കൊണ്ട് ഉണ്ടാക്കുന്ന വസ്ത്രം. ഓക്കെ, പഴയ കാലങ്ങളിൽ അങ്ങനെയാണ് മരവുരി. പേജ് നമ്പർ 20. ഓക്കെ, എഴുതി തരണോ അത്? കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് എഴുതിയോ? മരച്ചില്ല, തെറ്റിക്കാതെ എഴുതിയെടുക്കണേ മക്കള്. സോറി. മരച്ചില്ല ഇല്ല എഴുതുക. മരച്ചില്ല പറഞ്ഞ അറിയില്ലേ? മരത്തിന്റെ കൊമ്പുകൾ അല്ലേ? ചെറിയ ചെറിയ കൊമ്പുകൾ. ഡാഷ് ഇട്ടെടുത്താണ് എഴുതണ്ടേ? ഡാഷ് ഇട്ടെടുക്കാതെ പേജ് നമ്പർ 20 മക്കളെ. അതില് 4-മത്തത് കണ്ടോ? മുകളില് 4-മത്തത് പദങ്ങൾ കണ്ടെത്തുക. ടെക്സ്റ്റിലുണ്ടോ? മരത്തടി അവിടെ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അത് എഴുതണ്ട കേട്ടോ. മരത്തടി. നെക്സ്റ്റ് മരക്കൊമ്പ്. ജോറി നോക്കാൻ പോകുന്നല്ലേ പറഞ്ഞേ? താഴ്ന്നു പോയാ? ഓക്കെ, സോറി, മരക്കൊമ്പ് വേണ്ടേ മക്കളെ? മരത്തടി വേണ്ട, ഒഴിവാക്കി. മരവുരി മരത്തിന്റെ തോലുകൊണ്ട് വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് മരവുരി. ഓക്കെ, പഴയ കാലങ്ങളിൽ അങ്ങനെയായിരുന്നു വസ്ത്രങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തത് എതിർപദങ്ങളാണ്. കണ്ടോ നിങ്ങള്? എഴുതി കഴിഞ്ഞോ എല്ലാവർക്കും ഇത്? ഓക്കെ,
മിസ്സേ മരച്ചില്ലാന്ന് എഴുതിയിട്ടില്ലേ? മരച്ചില്ല. ഓ ഇല്ല പോയി അല്ലേ? ഓക്കെ, ശരിക്കും എഴുതരാം അവിടെയൊക്കെ. എഴുതിക്കോ, നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, മരത്തണൽ എന്തെങ്കിലും എഴുതാട്ടോ നിങ്ങൾക്ക്. മരവുമായി ബന്ധപ്പെട്ടത് പറയുമ്പോൾ മരത്തണൽ അതെല്ലാം എഴുതാട്ടോ. ഓക്കെ, അടുത്ത എന്താണെന്ന് വിചാരിച്ചാ എന്താണ്? എതിർപദങ്ങൾ കണ്ടെത്തുക. കേൾക്കുന്നില്ലേ മക്കളെ? ഓക്കെ, എതിർപദങ്ങളെ അതില് അടിവരയിട്ട പദങ്ങളുടെ എതിർപദങ്ങൾ കണ്ടെത്തി ചുവടെ കൊടുത്ത വാക്യങ്ങൾ പൂർത്തിയാക്കുക എന്നാണ്. അപ്പൊ ഒന്നാമത്തത്, ജർമ്മനിയിലാണ് പെൻസിലിന്റെ ജനനം. അപ്പൊ ഏതാ അവിടെ അടിവരയിട്ടത്? ജനനം. ജനനം. അതിന്റെ എതിർപദം ഏതാ? മരിക്കുക. കറക്റ്റ്. ജനനം മരണം. ഓക്കെ, മരണം എന്നാണ് വേണ്ടത് അല്ലേ? ജനനം ഓപ്പോസിറ്റ് വേർഡ് മരണം. എന്താണ് ഡൗട്ട്? ഞാനിപ്പം കേറിയതേ ഉള്ളൂ. ഫാത്തിമ മെഹറിനാണോ? ഫാത്തിമ മെഹറിന് എല്ലാ ദിവസവും ലാസ്റ്റാ കേറൂ അല്ലെ? എന്നിട്ട് കൊറേ ഡൗട്ടും. മിസ് പറഞ്ഞില്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ടാണ് മോൾക്ക് വേണ്ടിയാണ് ഇപ്പൊ ഇവിടെ ഞാൻ ഇത് വെച്ചോണ്ടിരിക്കുന്നത്, സ്റ്റോപ്പ് ചെയ്യാത്തെ. ഷെയർ സ്ക്രീന്. ഓക്കെ, നമ്മൾ പേജ് നമ്പർ 20യിലുള്ള പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ആക്ടിവിറ്റീസ്. അതില് 20യിൽ ഫസ്റ്റ് ആദ്യത്തേത് മുകളിൽ കാണുന്ന 4-മത്തെ എന്ത്? പദങ്ങൾ കണ്ടെത്തുക. അതില് മരവുമായി ചേർന്ന് വരുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതുക എന്ന് എഴുതി. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മരത്തടി, നെക്സ്റ്റ് മരച്ചില്ല, മരക്കൊമ്പ്, മരവുരി, മരത്തണൽ. നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് വെച്ച് എഴുതാം. ക്ലിയർ ആണോ ഫാത്തിമ മെഹറിന്? ആ അതേ ടെക്സ്റ്റിൽ മോളെ അവിടെ കണ്ടോ നിങ്ങൾ മരത്തടീന്ന്? അതിന് കോമ ഇട്ടിട്ട് അടുത്ത് എഴുതുക. മരച്ചില്ല, മരക്കൊമ്പ്, മരവുരി. മിസ് ഇവിടെ താഴെ എഴുതിയെന്നേ ഉള്ളൂ. മനസ്സിലായോ? ആരാ ഇവിടെ ഇപ്പൊ എഴുതിയത്? മുഹമ്മദ് സിനാനാണോ? മുഹമ്മദിൽ തുടങ്ങുന്ന ആരോ ആണ് ഇവിടെ എഴുതിയത്. ഷക്സാദ് ആണോ? ഓക്കെ, അപ്പൊ അടുത്തത് നിങ്ങൾ ക്ലാസ്സിൽ കൃത്യസമയത്ത് കയറാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ ഒരു കാര്യം തന്നെ. അടുത്ത കുറെ കുട്ടികൾ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഫാത്തിമ മെഹറിൻ കൃത്യമായ സമയത്ത് കയറാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി വരുമ്പോ ഓക്കെ, അടുത്തത് എതിർപദങ്ങളാണ്. എതിർപദങ്ങളില് മൂന്നെണ്ണത്തില് മരച്ചില്ല, മരവുരി കഴിഞ്ഞിട്ട് എന്താണ്? മരക്കൊമ്പ് അല്ലെങ്കിൽ മരത്തണൽ. എഴുതിക്കോ. എഴുതരാം. മരത്തണൽ എഴുതി. എഴുതിക്കോ. മരത്തണൽ എന്ന് വേണം കൂടി ബാക്കിയുള്ള കുട്ടികളും കൂടെ എഴുതിക്കോട്ടെ. ഓക്കെ, മരത്തണൽ കേട്ടോ. വൃത്തി എഴുതണേ. ഈ മൗസ് കൊണ്ട് അത്രേ പറ്റുന്നുള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് പദങ്ങളാണ് എഴുതേണ്ടത്. അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. എന്ത്? ജനനം ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? മരണം അല്ലെ? ജനനം മരണം. അടുത്തത് നമുക്ക് നോക്കാം ഏതാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങളെ മക്കള്? അതിന് താഴെ കണ്ടോ നിങ്ങള്? 1948 ജനുവരി 30-നാണ് ഗാന്ധിജിയുടെ ഡേഷ്. അവിടെയാണ് ജനം എന്നുള്ള പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് എഴുതേണ്ട സ്ഥലം.
കണ്ടോ മക്കളെ? ഇഫ്ര കണ്ടില്ലേ? ടീച്ചർ കേൾക്കുന്നില്ല. ആർക്കാണ് കേൾക്കാത്തത്? നിങ്ങളെ മ്യൂട്ട് ചെയ്യാതിരുന്ന ഇതാ പ്രശ്നം. മ്യൂട്ട് ചെയ്യാണ്ടിരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം പറയണമെങ്കിൽ അവസരം കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ്. ആർക്കാ ഇപ്പൊ കേൾക്കാത്തേ? ക്യാൻ യു ഹിയർ മീ? യെസ് യെസ് ഉള്ളവരൊന്ന് കൈ കാണിച്ചേ. ആർക്കും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. അതില് ഫസ്റ്റ് വൺ ജനനം, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എഴുതുന്ന സ്ഥലമാണ് മിസ് പറഞ്ഞു തന്നത്. 1948 ജനുവരി 30 ഗാന്ധിജിയുടെ മരണം. എഴുതിക്കോ അവിടെ മരണം. മരണം എഴുതാൻ അറിയില്ലെങ്കിൽ മിസ് എഴുതിത്തരാം. ഓക്കെ. ഷിഫാന മനസ്സിലായില്ലേ മോളെ? ഷിഫാന ഏജി ആ ഡാഷിലാണ് മരണം എഴുതേണ്ടത്. ഗാന്ധിജിയുടെ ഗാന്ധിജിനെ അറിയോ? ആരാണ് ഗാന്ധിജി? രാഷ്ട്രപതി. നമ്മുടെ രാഷ്ട്രപിതാവ്. രാഷ്ട്രപതി എന്നാ പറഞ്ഞ്? രാഷ്ട്രപിതാവാണ് ആര്? മഹാത്മാഗാന്ധി. ഗാന്ധിജി അല്ലെ? ബാപ്പുജി നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ആള്. ഓക്കെ. അദ്ദേഹത്തിന്റെ മരണമാണ് എപ്പോ? 1948 ജനുവരി 30. ഓക്കെ. അവിടെയാണ്. നിങ്ങൾ കണ്ടോ അത്? ഒന്ന് കണ്ടവരെ എഴുതിയവരൊന്ന് കൈ കാണിച്ചേ. യെസ്. ഓക്കെ. നെക്സ്റ്റ് മെലിഞ്ഞ രൂപമാണ് പെൻസിലിന്. മുകളിലേക്ക് തന്നെ പോവുക. രണ്ടാമത്തത്, അഞ്ചാമത്തേല് രണ്ടാമത്തെ ഇപ്പൊ മിസ് വായിക്കുന്നത്. മെലിഞ്ഞ രൂപമാണ് പെൻസിൽ ഉള്ളത്. അപ്പൊ അടിവരിയിട്ട പദേതാൻഷി? മെലിഞ്ഞ എന്നല്ല അടിവരിയിട്ട പദം. അതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് എന്ത്? തടിച്ച. ഓക്കെ. അതെവിടെ എഴുതണം? അതിന്റെ താഴേക്ക് പോയിക്കോ. അതിൽ രണ്ടാമത്തത് ഡേഷ് ശരീരമാണ് ആനയുടേത്. തടിച്ച ശരീരമാണ്. അപ്പൊ എവിടെയാ തടിച്ചാന്ന് എഴുതണ്ടെന്ന് കണ്ടോ നിങ്ങളെ? യെസ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ആ കുഴപ്പമില്ല മിസ്സേ, ഞാൻ പിന്നെ. ഓക്കെ. അപ്പൊ അടുത്തത് അടുത്തെന്താ? മൂന്നാമത്തെ, ചായം പൂശുന്നതിന് മുമ്പേ 2 മരച്ചീലുകൾ ചേർത്ത് വയ്ക്കുന്നു. അപ്പൊ അവിടെ അടിവരിയിട്ട പദേതാ അലൻ തോമസ്? അടിവരിയിട്ടത് ഏതാ? അടിവരിയിട്ടത് മുമ്പേ എന്ന പദമാണ് അടിവരിയിട്ടത്. അപ്പൊ എവിടെ നമുക്ക് എഴുതണം? മൂന്നാമത്തത് മരച്ചീളുകൾ ചേർത്ത് ഒട്ടിച്ചതിന് ശേഷം ചായം പൂശും. മുമ്പേ, ശേഷം അല്ലെങ്കിൽ പിമ്പേ, ഏതെഴുതിയാലും മതി, കുഴപ്പമില്ല. ശേഷം എഴുതാം അല്ലെ നമുക്ക്? അപ്പൊ മുമ്പേ എന്നുള്ളതിൻ്റെത് ശേഷം. പുറമേ അല്ലേ? അല്ല, പിമ്പേ അല്ലേ? അല്ലെങ്കിൽ മുൻപേ, പിൻപേന്ന് വരും. അല്ലെങ്കിൽ എന്താ വരുക? ശേഷം. മനസ്സിലായിട്ടില്ലേ? ചേർത്ത് പുറമേ ചായം പൂശുവല്ല, ശേഷം, ഒട്ടിച്ചതിന് ശേഷം. ഓക്കെ. നെക്സ്റ്റ് നാലാമത്തത്, ജർമ്മനി വളരെ ദൂരെയുള്ള രാജ്യമാണ്. ജർമ്മനി വളരെ ദൂരെയുള്ള രാജ്യമാണ്. ദൂരെ എന്ന പദമാണ്. ദൂരെ അടുത്ത്. നാലാമത്തത് അടുത്തുള്ള വീട്ടുകാരാണ് ആര്? ആരാണ് അടുത്തുള്ള വീട്ടുകാര്? അടുത്തുള്ള വീട്ടുകാരെയാണ് നമ്മൾ അയൽക്കാർ എന്ന് പറയുക അല്ലെ? അടുത്ത്. അപ്പൊ അവിടെയാന്ന് പറയണ്ടേ, അടുത്തുള്ള വീട്ടുകാരാണ് അയൽക്കാർ എന്നുള്ളടുത്ത് എഴുതണം. എന്ത്? ഡേഷ് അവിടെ ഉണ്ട്.
ആ ഡേഷിൽ നിങ്ങൾ എഴുതണം എന്ത്? അടുത്ത്. കുത്തുള്ള അവിടെ ഇല്ലേ, അതുകൊണ്ട് അത് ചേർത്ത് എഴുതിയാലും മതി, എങ്ങനെയായാലും മതി. അടുത്ത് എന്നാണ് വരിക. ഓക്കെ, അടുത്ത്. നെക്സ്റ്റ് എന്താ മക്കളെ? അടുത്ത് നോക്കിയേ 5. ജീവികളിൽ വലുത് നീലത്തിമിംഗലമാണ്. അപ്പൊ വലുതിന്റെ ചെറുത്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ആൻസർ പറയുന്നു. ചെറുത്, വലുത്, ചെറുത്. ഓപ്പോസിറ്റ് വേർഡ് പഠിക്കണം കേട്ടോ. വലുത്, ചെറുത്. എത്രയാണ് അവിടെ വരുന്നത്? അപ്പൊ മിസ് ഒന്നുകൂടി ഫസ്റ്റ് മുതലുള്ളത് വായിക്കാം. എന്താണ്? അടിവരയിട്ട പദങ്ങളുടെ എതിർഭാഗങ്ങൾ കണ്ടെത്തി ചുവടെ ചേർക്കുക. ഫസ്റ്റ് മുതല് ഒന്നുകൂടി വായിക്കാം. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ മക്കളെ. ജർമ്മനിയിലാണ് പെൻസിലിന്റെ ജനനം. വെളിഞ്ഞ രൂപമാണ് പെൻസിലിനുള്ളത്. ചായം പൂശുന്നതിന് മുമ്പേ 2 മരച്ചിലുകൾ ചേർത്ത് വയ്ക്കുന്നു. ജർമ്മനി വളരെ ദൂരെയുള്ള രാജ്യമാണ്. ജീവികളിൽ വലുത് നീലത്തിമിംഗലമാണ്. അപ്പൊ അടുത്തയിലാണ് നമ്മളത് ഫില്ല് ചെയ്യുന്നത്. എന്തൊക്കെയാ? 1948 ജനുവരി 30-നാണ് ഗാന്ധിജിയുടെ മരണം. ശരീരമാണ് ആനയുടേത് എന്നുള്ളത്. തടിച്ച ശരീരമാണ് ആനയുടേത്. മൂന്നാമത്തത്, മരച്ചീളുകൾ ചേർത്ത് ഒട്ടിച്ചതിനു ചായം പൂശും. ഒട്ടിച്ചതിന് ശേഷം ചായം പൂശും. നാലാമത്തത്, ത്തുള്ള വീട്ടുകാരാണ് അയൽക്കാർ. അടുത്തുള്ള വീട്ടുകാരാണ് അയൽക്കാർ. 5, വിരലുകളിൽ ഏറ്റവും വലുതാണ് അവിടെ ചെയ്തത്. ചെറുത്, ചെറുവിരലാണ്. അപ്പൊ ഓപ്പോസിറ്റ് വേർഡ് ക്ലിയർ ആയല്ലോ? എല്ലാവരും എഴുതിയോ? ഡിഡ് യു ഫിനിഷ്? യെസ്, കൈയും കാണിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് 6th ആക്ടിവിറ്റീസ് എന്താ? മാതൃക പോലെ എഴുതാം. എക്സാമ്പിള് എന്താ തന്നിട്ടുള്ള? എക്സാമ്പിള് ആർക്കാണ് ഈ കേൾക്കാത്ത? ഓക്കെ, നിങ്ങൾ സംസാരിക്കുന്നോണ്ടാണ് കേൾക്കാത്തത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, കേൾക്കുന്നുണ്ടോന്ന്. അപ്പൊ മിസ് ചോദിക്കുന്ന ആള് മാത്രം, ഇതെല്ലാരും പറഞ്ഞാൽ ശരിയാവില്ല അല്ലെ? നമുക്ക് ചോദിക്കുന്ന ആള് മാത്രം പറഞ്ഞാൽ മതി ആൻസർ അല്ലേ? കുറെ പേർക്ക് എല്ലാം അറിയാം അല്ലെ? അപ്പൊ എക്സാമ്പിള്, അച്ഛനമ്മമാർ എങ്ങനെ എഴുതേണ്ടത്? അച്ഛനും അമ്മയും അല്ലെ? നെക്സ്റ്റ് ആണ് ചോദ്യം മിസ് ചോദിക്കുന്നത്. മാതാപിതാക്കൾ എങ്ങനെ എഴുതും നമ്മള്? എങ്ങനെയാ എഴുതേണ്ടത്? മുഹമ്മദ് സിനാൻ കൈപൊക്കുന്നുണ്ട്, പറഞ്ഞോ. മാതാവ്, പിതാവ്. വെരി ഗുഡ്. മാതാവും പിതാവും. മാതാവും പിതാവും എഴുതണ്ടേ നമുക്ക്? മാതാവും പിതാവും. മാതാപിതാക്കൾ, മാതാവും പിതാവും. തെറ്റിക്കരുതേ ആരും എഴുതുമ്പോ. എല്ലാവരും നല്ല നീറ്റിൽ എഴുതണം. ബുക്കൊക്കെ ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നല്ല നീറ്റിൽ എഴുതുക. മാതാവും പിതാവും. സെക്കൻഡ് വൺ എന്താണ്? സഹോദരി സഹോദരന്മാർ. സഹോദരി സഹോദരന്മാർ എന്താ വരുക കൗശിക്കേ? കൗശിക് അൺമ്യൂട്ട് ചെയ്തോ കൗശിക്കേ? സഹോദരിയും സഹോദരനും. സഹോദരിയും സഹോദരനും. എഴുതാൻ അറിയോ മക്കൾക്ക്? യുംന്ന് വരും. ഓക്കെ, ഇനി എഴുതണോ ഞാൻ? സഹോദരിയും സഹോദരനും. സഹോദരിയും സഹോദരനും.
സഹോദരിയും സഹോദരനും. നായൽ എന്തെങ്കിലും ആയിട്ടുണ്ട് മിസ്സിന്റെ. നെക്സ്റ്റ് സൂര്യചന്ദ്രന്മാർ. ആരാ ആൻസൺ ആണോ പറയുന്നത്? ആൻസൺ കൈവക്കുന്നുണ്ട്. സൂര്യചന്ദ്രന്മാർ എങ്ങനെയാണ് അത് ചെയ്യുക? പറഞ്ഞോ. ആൻസൺ പ്ലീസ് അൺമ്യൂട്ട്. ആൻസൺ ആൻസൺ പ്ലീസ് അൺമ്യൂട്ട്. കേൾക്കുന്നില്ലേ? യെസ്. യെസ്, പറഞ്ഞോ. സൂര്യചന്ദ്രന്മാർ എങ്ങനെ വരും? അറിയില്ല? നോ. എന്ത് പറ്റിയ ആൻസൺ? ജുവൽ മരിയ കേട്ടോ. സൂര്യനും ചന്ദ്രനും. ആ, സൂര്യനും ചന്ദ്രനും. സൂര്യനും ചന്ദ്രനും. ഓക്കെ, എഴുതിക്കോ ആൻസൺ, തെറ്റിക്കരുത്. ശ്രദ്ധിച്ച് കേട്ട് നോക്കണം കേട്ടോ. സൂര്യനും മിസ്സേ ഫസ്റ്റ് ഒന്നൊന്ന് പറയോ? ഫസ്റ്റ് ഒന്നും കൂടെ പറയണോ? ഇതല്ലേ മാതാപിതാക്കൾ, മാതാവും പിതാവും. സൂര്യനും ചന്ദ്രനും. ഓക്കെ, സോറി, തെറ്റിപ്പോയിട്ടുണ്ട് ഇവിടെ. ചന്ദ്രനും സൂര്യനും ചന്ദ്രനും. നെക്സ്റ്റ് എന്താണ്? കൈകാലുകൾ. കൈകാലുകൾ എന്താ എറിക്കേ? കൈകാലുകൾ എങ്ങനെയാ പറയുക? അത് കൈയും കാലും. കയ്യും കാലും. വെരി ഗുഡ്. കയ്യും. ആരാ ഇവിടെ വരച്ചേ ഇപ്പോ? അത് മായ്ച്ചേ. അടി അടി. കയ്യും കാലും. കയ്യും കാലും. ഓക്കെ, എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് വധൂവരന്മാർ. എന്താ ക്രിസ്റ്റി ലിബിൻ? വധൂവരന്മാർ. കേൾക്കുന്നില്ലോ ക്രിസ്റ്റി പറയുന്നത്? പറയുന്നുണ്ട് കേട്ടോ, കേൾക്കുന്നില്ല. ഞങ്ങൾക്ക് ആർക്കെങ്കിലും കേട്ടോ അത്? ക്രിസ്റ്റി പറയുന്ന കേൾക്കുന്നുണ്ടോ? നോ. എന്താണ് നാഫി? വധൂവരന്മാർ. പറഞ്ഞോ നാഫി. ഡൊമിനിക്ക എന്താ മോനെ? വധൂവരന്മാർ. വധുവും വരനും. വധുവും വരനും ഉണ്ടോ? വേഗം കിട്ടി. വെരി ഗുഡ്. വധുവും ഇതെവിടെ എഴുതുന്നേ? വധുവും വരനും. അപ്പൊ ഇത്രയാണ് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ മാതൃക പോലെ എഴുതാന്നുള്ളത് അച്ഛനമ്മമാർ, അച്ഛനും അമ്മയും, മാതാപിതാക്കൾ, മാതാവും പിതാവും, സഹോദരി സഹോദരന്മാർ, സഹോദരിയും സഹോദരനും, സൂര്യചന്ദ്രന്മാർ, സൂര്യനും ചന്ദ്രനും, കൈകാലുകൾ, കയ്യും കാലും, വധൂവരന്മാർ, വധുവും വരനും. ഓക്കെ, ഫിനിഷ്. ഫാത്തിമ മെഹറിൻ ഫിനിഷ് ആണോ? യെസ്. ഓക്കെ, അടുത്ത എന്താ? 7th ആക്ടിവിറ്റി എന്താ? ക്രമത്തിൽ എഴുതുക. പെൻസിലിന്റെ നിർമ്മാണ പ്രവർത്തനം ക്രമത്തിൽ എഴുതുക.
എന്താണ് ഏതാ ഫസ്റ്റ് വരുക? ഒട്ടിച്ചു ചേർക്കലാണോ, ചീളൊരുക്കലാണോ, ചായം പൂശലാണോ, മരത്തടി കണ്ടെത്തലാണോ, ലഡ് വയ്ക്കലാണോ? ഏതാ ഒന്നാമത് വരുക? ഏതാ വരുക അദ്വൈതേ? ക്രമത്തിൽ എഴുതുക. അപ്പൊ ഫസ്റ്റ് വരുന്നത് ഏതാണ്? അതാണ് ആദ്യം എഴുതേണ്ടത്. അദ്വൈതേ ഒട്ടിച്ചു ചേർക്കലാണോ, ചീളൊരുക്കലാണോ? മരത്തടികൾ. മരത്തടി കണ്ടെത്തൽ. അതിന് നേരെ ഒന്ന് നിട്ടോ. ഫസ്റ്റ് വൺ ഒന്ന് നിട്ടോ. രണ്ടാമത്തത് ഏതാണ് അജിത് ജോസഫേ? അജിത്തെ ചേർക്കുക. ഏത് 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 ആയോ? ഒട്ടിച്ചു ചേർക്കുക. ഒട്ടിച്ചു ചേർക്കാനായോ? ഇല്ലല്ലോ. എപ്പോ ഒട്ടിച്ചു ചേർക്കുക? നമ്മള് രണ്ട് മരച്ചീളുകൾ ചേർത്ത് വെച്ചാണ് എണ്ണ ഉണ്ടാക്കുന്നത്. ആദ്യം കട്ടി കുറഞ്ഞ മരത്തടികൾ ചീളുകളാക്കി മാറ്റും. മരത്തടി കണ്ടെത്തി. ഇനി എന്താ ചെയ്യണ്ടേ? ചീളുകൾ. ചീളൊരുക്കൽ. രണ്ടാമത്തെ എന്താ? ചീളൊരുക്കൽ. അതിന് രണ്ട് നിട്ടോ. ചീളൊരുക്കൽ. നെക്സ്റ്റ് തേർഡ് വൺ എന്താ വരുക മാളവിക? ലഡു വയ്ക്കൽ. ലഡ് വയ്ക്കൽ. വെരി ഗുഡ്. ലഡ് വയ്ക്കൽ. ലഡ് വയ്ക്കൽ. ഓക്കെ മാളവിക, വെരി ഗുഡ്. അപ്പൊ മൂന്നാമത്തെ എന്താ ഇതിന്റെ മക്കളെ? ലഡ് വയ്ക്കൽ. ഇനി നാലാമത്തെ ഏതാ? അനഘ സുരേഷേ, ഫോർത്ത് വൺ. ഒട്ടിച്ചു ചേർക്കൽ. വെരി ഗുഡ്. ഒട്ടിച്ചു ചേർക്കൽ. അതിന് നാല് നിട്ടോ. ഇനി അഞ്ചാമത്തത് എന്താണ്? അഞ്ചാമത്തെ എന്താ ഋഷികേശേ? ചായം പൂശൽ. ചായം പൂശൽ. ഓക്കെ. അപ്പൊ 5 എണ്ണ ഉള്ളത്. ഒന്ന് മരത്തടി കണ്ടെത്തൽ, 2 ചീളൊരുക്കൽ, 3 ലഡു വയ്ക്കൽ, 4 ഒട്ടിച്ചു ചേർക്കൽ, 5 ചായം പൂശൽ. ഓക്കെ. നെക്സ്റ്റ് എട്ടാമത്തെ ആക്ടിവിറ്റി എന്താ? സങ്കല്പിച്ചെഴുതുക. എന്താ സങ്കല്പിച്ചെഴുതേണ്ടത്? പെൻസിലിന്റെ കഥ കേട്ടല്ലോ. കടലാസ് സ്വന്തം കഥ പറയുന്നതായി സങ്കല്പിച്ചെഴുതുക. അല്ലേ? താഴെ കൊടുത്ത സൂചനകൾ ഉപയോഗപ്പെടുത്താം. എന്താ പറയുന്നത്? പെൻസിലിന്റെ കഥ നമ്മൾ കേട്ടു അല്ലേ? അപ്പൊ കടലാസ് അതിന്റെ സ്വന്തം കഥ എങ്ങനെ പറയും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? സങ്കല്പിച്ചെഴുതണം. നിങ്ങൾക്ക് തരുന്ന വർക്കാത് അല്ലേ? താഴെ കൊടുത്ത സൂചനകൾ ഉപയോഗപ്പെടുത്താം. എന്തൊക്കെയാ തന്നിട്ടുള്ളത് കടലാസിന്റെ കഥയിൽ ഉൾപ്പെടുത്താൻ? ക്രിസ്തു വർഷം 105 ചൈനയിൽ ജനിച്ചു. ഈജിപ്തുകാർ കടലാസിന് പകരം എഴുതാൻ ഉപയോഗിച്ചിരുന്ന പാപ്പിറസ് എന്ന വസ്തുവിൽ നിന്ന് പേപ്പർ എന്ന പേര് ലഭിച്ചു. അല്ലെ? പാപ്പിറസ് എന്ന വസ്തുവിൽ നിന്നാണ് പേപ്പർ എന്ന പേര് ലഭിച്ചത്. ആദ്യം ജപ്പാനിലും പിന്നീട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേർന്നു. അറിവുകളും വിവരങ്ങളും രേഖപ്പെടുത്തി വെക്കാൻ ഉപയോഗിക്കപ്പെടുന്നു. ഒറിഗാമി എന്ന പേരുള്ള കലാരൂപവും കടലാസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. ചില പ്രത്യേക മരങ്ങളെ യന്ത്രസഹായത്തോടെ അരച്ച് പൾപ്പ് രൂപത്തിലാക്കുന്നു. പിന്നീട് രാസവസ്തുക്കൾ ചേർത്ത് നിർമ്മിക്കുന്നു. കടലാസ് നിർമ്മാണം പ്രകൃതിക്ക് ദോഷകരമാണ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കടലാസിന്റെ കഥ എഴുതണം. മനസ്സിലായോ? ആരൊക്കെ തയ്യാറാണ് കടലാസിന്റെ കഥ എഴുതാൻ? അമന്ന തയ്യാറാണ്. നെക്സ്റ്റ് അദ്വൈത് തയ്യാറാണ്. ജുവല്, അൻഷി, മുഹമ്മദ് സിനാൻ, മുഹമ്മദ് റാസി, അജിത് ജോസഫ്, മാളവിക സുരേഷ്, അനിഹ മോഹൻ, കൗശിക്, എറിക്ക്, മുഹമ്മദ് അഫ്ലു, ഹന്ന വർഗീസ്, ആൻസൺ, ഇവരൊക്കെ ഡൊമിനിക്, നെക്സ്റ്റ് ആരാ? ഇഫ്ര പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാ? അപ്പോ ബിന്യ പറഞ്ഞിട്ടുണ്ട്.
ഇപ്പൊ പറയാത്ത കുറച്ച് കുട്ടികളുണ്ടല്ലോ, ഞാൻ എഴുതില്ല എന്നല്ല, എഴുതുന്നു പറഞ്ഞ ആളില്ലല്ലോ, കുറെ പേര് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇതെല്ലാരും എഴുതണം. എങ്ങനെ എഴുതണം? ഷിഫാന എജി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിലേക്ക് എഴുതുവോ മക്കളെ കടലാസിന്റെ കഥ? യെസ്. എങ്ങനെയാ എഴുതേണ്ടത് കടലാസിന്റെ കഥ എഴുതുമ്പോ? കടലാസ് എവിടെയാണ് ജനിച്ചത്, അതിന്റെ ഉത്തരം എഴുതുക. എപ്പോഴാണ് ജനിച്ചത്? ക്രിസ്തുവർഷം 105 അല്ലേ? ഈ രീതിയിൽ മറ്റ് എല്ലാ പോയിന്റും ചേർക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറച്ച് പോയിന്റ്സുകളുണ്ട്, അതൊക്കെ ചേർത്തിട്ട് എഴുതുക. എന്ത്? ഞാൻ ജനിച്ചത്, അങ്ങനെയല്ലേ? ഇപ്പം പെൻസിൽ എങ്ങനെ എഴുതിയത് അതേപോലെ നിങ്ങൾ കടലാസിന്റെ കഥ ഒന്ന് എഴുതി നോക്ക് കേട്ടോ മക്കളെ. എഴുതി നോക്കൂലേ? യെസ്, വെരി ഗുഡ്. ഒറിഗാമി എന്ന കലാരൂപവും എല്ലാം വെച്ച് എഴുതുക. അപ്പൊ നമ്മുടെ ആ ഒരു 4th ലെസൺ ഫിനിഷ് ആയിട്ടുണ്ട് അല്ലേ? ഇനി ആർക്കെങ്കിലും ക്ലിയർ അല്ലാതെയോ അത് മനസ്സിലാവാതെയോ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും എഴുതാതെയോ എന്തെങ്കിലും ഉണ്ടോ? ഫാത്തിമ മെഹറിൻ കംപ്ലീറ്റ് ചെയ്തില്ലേ അത്? ഷിഫാന എഴുതിയില്ല? എന്തേ ഷിഫാന? സൗണ്ട് കേട്ടില്ല. സൗണ്ട് കേൾക്കുന്നില്ലേ? എല്ലാ മക്കൾക്കും കേൾക്കുന്നുണ്ടോ? യെസ്. അപ്പൊ മിസ് അത് ഇവിടുത്തെ പ്രശ്നമല്ല കേട്ടോ ഷിഫാന. ഷിഫാന ഈ ക്ലാസ് ഒന്ന് കേട്ടിട്ട് അത് എഴുതുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാകുമ്പോ നമ്മൾ എഴുതി വെച്ചത് അതുപോലെ നോക്കി എഴുതാലോ. ഓക്കെ, അപ്പൊ ഇതിന് കുറച്ച് അധികം വർക്ക് ഉണ്ട് മോളെ, അത് എഴുതാതിരിക്കരുത്. നിങ്ങൾ ടെക്സ്റ്റ് ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കുട്ടീനെ വിളിച്ചിട്ട് അതൊന്ന് ഫോട്ടോ ഇട്ട് തരാൻ പറഞ്ഞാൽ അവരിട്ട് തരും. ഓക്കെ കേട്ടോ ഷിഫാന? എഴുതണം കേട്ടോ. കംപ്ലീറ്റ് എഴുതണം. ഫാത്തിമ എഴുതി കഴിഞ്ഞല്ലേ? യെസ്. എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികൾ എന്താ അമ്മന്നൊക്കെ എന്താ മോളെ? ക്രമത്തിൽ എഴുതുക, നോട്ട് ബുക്കിലേക്ക് എഴുതണം സർ. ക്രമത്തിലുള്ളത് അത് പിന്നെ എഴുതിയിട്ടും കുഴപ്പമില്ല, ഡയൽ എഴുതിയാലും മതി. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. ഓക്കെ, എഴുതുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ബാക്കിയുള്ളതൊക്കെ എഴുതണേ. നിങ്ങളിപ്പോ ഈ ഓപ്പോസിറ്റ് വേർഡ് എങ്ങനെയാ എഴുതേണ്ടതെന്ന് അറിയാം? നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോ എങ്ങനെയാണെന്നറിയോ? ജനനം എന്നിട്ട് ഇങ്ങനെ ഒരു ഇൻറ്റു മാർക്ക് ഇടണം. എങ്ങനെ അറിയില്ലേ? ഗുണന ചിഹ്നം. ഓക്കെ, അതിട്ടിട്ട് നിങ്ങൾ ജനനം, മരണം, മെലിഞ്ഞ, തടിച്ച, നെക്സ്റ്റ് മുമ്പേ, ശേഷം അല്ലെങ്കിൽ പിമ്പേ, ദൂരെ, ചാരെ അല്ലെങ്കിൽ അടുത്ത്, വലുത്, ചെറുത്. ഓക്കെ, ഇത്രയും നിങ്ങൾ ഓപ്പോസിറ്റ് വേർഡ് എഴുതും പോലെ എഴുതണം. പിന്നെ മാതൃക പോലെ ചേർത്ത് എഴുതാന്നുള്ളതല്ല, നിങ്ങൾക്ക് അതേപോലെ തന്നെ എടുത്ത് എഴുതാൻ വേണമെങ്കിൽ കേട്ടോ. നിങ്ങൾ എഴുതുന്നൊക്കെ എഴുതണം കേട്ടോ. ആക്ടിവിറ്റീസ് നിങ്ങൾ എഴുതിയാലേ നിങ്ങൾ നോട്ടിലും കൂടെ എഴുതുമ്പോൾ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നിങ്ങൾ അടുത്ത ദിവസം പേപ്പറിന്റെ കഥ എഴുതി വരണേ. അടുത്ത പരീക്ഷയാണ്, അടുത്ത ദിവസം നമുക്ക് എക്സാം ആണ്. ഏത്? ഫ്രൈഡേ. ഓക്കെ, അന്ന് നിങ്ങൾ എഴുതണ്ട, അത് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. എക്സാം കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. അപ്പൊ കഥ എഴുതിയിട്ട് വരണം. നെക്സ്റ്റ് നമുക്ക് ഏതാണ് അടുത്ത പഠിക്കാനുള്ളത്? ഇപ്പം 3 മിനിറ്റേ ഉള്ളൂ അല്ലേ? ഇനി പറയാനില്ല സമയം. നമുക്ക് 5ാമത്തെ ലെസൺ ആണ് പിന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളത്. 5ാമത്തെ ലെസൺ എന്താ പേര്? എന്താ പേര് 5ാമത്തെ ലെസന്റെ മക്കളെ? പൂക്കാലം അല്ലേ? പൂക്കാലം. എന്താ ഈ കാലങ്ങൾ നിങ്ങൾക്ക് അറിയോ? അറിയോ മക്കളെ? ഋതുക്കൾ. ഋതുക്കൾ എന്ന് പറഞ്ഞാൽ അറിയോ? കാലങ്ങള് ഏതൊക്കെ കാലങ്ങളാണുള്ളത് എന്നൊക്കെ അറിയോ? പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് എന്ത് ഋതുക്കൾ എന്ന് പറയുന്നത് അല്ലേ? പ്രകൃതിയിൽ വ്യത്യസ്ത ഭാവങ്ങൾ വരാറുണ്ട്. ഏതൊക്കെയാ? വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം എന്നിങ്ങനെയൊക്കെ പറയും അല്ലേ? ഇങ്ങനെ 6 ഋതുക്കൾ ഉണ്ട്. ഏതൊക്കെ? വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം അല്ലേ? വസന്തം എന്ന് പറഞ്ഞാൽ എന്താ? വസന്തകാലം. ആർക്കറിയാം വസന്തകാലം എന്ന് പറഞ്ഞാൽ എന്താ? അറിയോ? ഓക്കെ, അനിഹക്ക് എന്തോ പറയാനുണ്ട് അല്ലേ? നിഹ എന്താ നിഹ? വസന്തകാലം
പൂക്കൾ ഉണ്ടാവുന്ന കാലം. വസന്തകാലം എന്ന് പറഞ്ഞാൽ പൂക്കാലാണ് അല്ലേ? പൂക്കളൊക്കെ നിറഞ്ഞ് പ്രകൃതി നല്ല മനോഹാരിതയിൽ നിൽക്കുന്ന കാലമാണ് ഇത് വസന്തകാലം അല്ലേ? നല്ല എന്താ പറയാ പ്രകൃതി രമണീയമായ കാഴ്ചകളായിരിക്കും. അപ്പൊ പൂക്കളൊക്കെ നിറഞ്ഞ് പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് വൃക്ഷലതാദികളൊക്കെ ഭംഗിയുള്ള നിൽക്കുന്ന കാലാണ് വസന്തകാലം. നമ്മളെ മനസ്സിന് വല്ലാതെ സുഖം തരുന്ന ഒരു കാലമാണ്. നിങ്ങൾ നോക്കാറുണ്ടോ? പൂക്കളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ മക്കള്? പുഷ്പങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ നല്ല കുറെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിനൊരു സുഖം ഉണ്ടാവും അല്ലേ? ഉണ്ടാവാറുണ്ടോ? നിറയെ ഇപ്പം റോസാപ്പൂ പോലെ നല്ല ചുവന്ന റോസാപ്പൂക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിന്റെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇപ്പൊ നമുക്ക് ഏതാണ് ആ 10 മണി പൂ പോലത്തെ ഒരു ചെടി ഉണ്ട് അല്ലേ? 9 മണി 10 മണി അതെല്ലാം കാണാൻ നിറഞ്ഞു നിൽക്കുന്നത് എന്തോ ഒരു കുളിർമയായിരിക്കും. അപ്പൊ അതുപോലെയുള്ളൊരു കാലമാണ് ഇത് വസന്തകാലം. വസന്തകാലത്തിൽ എങ്ങനെയാ പൂക്കളൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന കാലമാണ്. അങ്ങനെയുള്ളൊരു പൂക്കാലത്തെ കുറിച്ചാണ് നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കാനുള്ളത്. പൂക്കാലം എന്നാണ് അതിന്റെ പേര് അല്ലേ? അടുത്ത ദിവസം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഒരു 1 മിനിറ്റേ ഉള്ളൂ. നമുക്കിപ്പൊ പഠിക്കാൻ ടൈം ഇല്ല. അത് പാടാൻ വരെ ഒന്നും ടൈമില്ല. മിസ് വിചാരിച്ചൊന്ന് പാടാന്ന്, പക്ഷെ ടൈമില്ല. അടുത്ത ദിവസം നമുക്കത് പഠിക്കാം അല്ലേ? വസന്തകാലത്തിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ എക്സാമിന് എല്ലാവരും റെഡിയാണോ? ഫ്രൈഡേ നമുക്ക് എക്സാം ആണേ, എല്ലാവരും പഠിക്കണേ. അതുപോലെ എല്ലാ സബ്ജക്റ്റും ഓക്കെ നല്ലപോലെ വായിച്ചിട്ട് എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിലായതുകൊണ്ട് 1 വേർഡ് ആവും. അപ്പൊ ഒരുപാട് നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം. ഓക്കെ, ബൈ.